രാജ്യ തലസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പരിശോധനകളും നടക്കുന്നുണ്ട്. കോഴിക്കോടും പരിശോധനകൾ നടത്തിയതുമായി ബന്ധപ്പെട്ടെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജന, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഏത് തരത്തിലാണ് ഈ പരിശോധനകൾ പുരോഗമിക്കുന്നത്? എവിടെയൊക്കെയാണ്? ഡൽഹിയിൽ ഇന്നലെ കാർ സ്ഫോടനം ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിലും അതിജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് DGP ഉൾപ്പെടെ ഉത്തരവിട്ടിരുന്നു. സുരക്ഷ ശക്തമാക്കണം എന്നതുൾപ്പെടെ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രിയിലും നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെയും പരിശോധന ഉണ്ടായിരുന്നു. ഇന്നലെ മിഠായി തെരുവ് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ KSRTC ബസ് ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽക്ക് തന്നെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉണ്ട്. ജില്ലാ പോലീസിന്റെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്, ബോംബ് സ്ക്വാഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ RPFന്റെ ഡോഗ് സ്ക്വാഡ് കൂടെയുണ്ട്. പ്രധാനമായും പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം തന്നെ ഈ പാർക്കിങ്ങിലുമൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ വരുന്ന ട്രെയിനുകളിലൊന്നും ഇപ്പോൾ പരിശോധന നടത്തുന്നില്ല. ഈ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളിൽ, അത് ആളില്ലാതെ അല്ലെങ്കിൽ കുറെ കാലമായി അവിടെ ഈ ഷീറ്റൊക്കെ മൂടിയിട്ട് കിടക്കുന്ന വാഹനങ്ങൾ, അത്തരത്തിലുള്ള കാറുകൾ, ബൈക്കുകൾ, അതൊക്കെ പൊക്കി നോക്കുന്ന തരത്തിലുള്ള പരിശോധന കൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏതായാലും സംശയാസ്പദമായ രീതിയിലൊന്നും തന്നെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇനി അല്പസമയത്തിന് ശേഷം ഇത് ബീച്ചിലേക്കും, കോഴിക്കോട് ബീച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ അവിടേക്ക് കൂടെ ഈ പരിശോധന വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ കോഴിക്കോട് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്? സംസ്ഥാന വ്യാപകമായി പലയിടത്തും ഇത്തരത്തിൽ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ബസ് സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ഇത്തരത്തിലൊക്കെ പരിശോധന നടത്താൻ ഇന്നലെ തന്നെ DGPയുടെ ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടക്കുന്നത്. ഇന്നലെ മിഠായി തെരുവിലും അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിലും ഒക്കെ പരിശോധന ഉണ്ടായിരുന്നു. ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലം കൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതുകൊണ്ടാണ് രാവിലെ മുതൽക്ക് തന്നെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഈ സുരക്ഷയ്ക്കായും അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും പരിശോധനയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും റെയിൽവേ സ്റ്റേഷൻ പരിശോധന പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ബീച്ച് പരിസരത്തേക്കും കൂടെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ഡോഗ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഒക്കെയുള്ള ഒരു പരിശോധന അവിടേക്ക് കൂടെ വ്യാപിപ്പിക്കും. ശരി, അഞ്ജന സുകുമാരനാണ് കോഴിക്കോട് നിന്നുള്ള വിശദവിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ പരിശോധന നടത്തുകയാണ്.